ഹായ് ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ എറണാകുളത്തപ്പം ഗ്രൗണ്ട് ഉണ്ടല്ലോ, മറ്റേ സുഭാഷ് പാർക്കിൻ്റെ ഓപ്പോസിറ്റ്, അവിടെ ഉള്ള ഒരു എക്സ്പോയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു വാട്ടർഫോൾസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റത്തെ ഒരു എൻട്രൻസിലോട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നയഗര വാട്ടർഫോൾസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. നോർമലുള്ള എക്സ്പോയിൽ പോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ നമ്മളൊരു എറണാകുളത്ത് വേറെ എക്സ്പോയിൽ വന്നിട്ടുണ്ടായിരുന്നു, അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നു. വെറൈറ്റി ഉള്ളത് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പുറത്തേക്ക് നയാഗര വാട്ടർഫോൾസ് DJ നൈറ്റ് ആകുമ്പോൾ കുറച്ചൊരു വൈബാണ്ടത്. കപ്പലിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ടൈറ്റാനിക് ചെറിയൊരു ടൈറ്റാനിക് പായ്ക്കപ്പൽ പോലെ. നൈറ്റിലാകുമ്പോൾ നല്ല DJ ലൈറ്റിൻ്റെ ഒക്കെ നല്ലൊരു വെറൈറ്റി ഇത് കാണാൻ പറ്റും. നല്ല തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഓട്ടത്തിനെ 2 പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ പറയണതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കാരണം അത്രയും വലിയ പാട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, റഷ് ഉണ്ട്. അവിടെ അടുക്കാൻ പറ്റൂട, നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ല. ആൾക്കാർ ജനസാഗരമാണ്, കണ്ടില്ലേ. ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖം വരുമെന്ന് അറിയില്ല, കാരണം ഫിൽട്രേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം കൊണ്ട് നാനാജാതിയിലുള്ള ആൾക്കാർ വരുന്നുണ്ടാവും പല സ്റ്റേറ്റിൽ നിന്നൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെ വൃത്തിയും വെടിപ്പൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, പറയുമ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയൊക്കെ. അപ്പോൾ മാക്സിമം ഇറങ്ങാണ്ടിരിക്കുക, കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ നോക്കുക. കൂടി പോയ കാല് മാത്രം ഒന്ന് കഴുകുക. പൊട്ടലൊക്കെ ഇല്ലെങ്കിൽ ഇറങ്ങണതാണ് നല്ലത്. പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല എന്തൊക്കെ അസുഖം വരും എന്നുള്ളത്. അത് ഇൻഫോർമേഷൻ ആയിട്ട് സ്വീകരിച്ചാൽ മതി, വേറെ ഒന്നും തോന്നരുതായിരിക്കുമേ. പിന്നെ ഇവിടെ നോർമൽ കുറേ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എക്സിബിഷനല്ലേ, എന്തായാലും കഴിവുള്ള പോലെ ഒച്ചപ്പാടും വേറൊന്നും ഉണ്ടാവില്ല, കാരണം അതിനനുസരിച്ചിട്ടുള്ള വൈബും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇവിടെ ബുക്ക് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പുറത്ത് പിള്ളേരുടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ അതുപോലെ തന്നെ ലാസ്റ്റ് സെക്ഷൻ ഫുഡ് സെക്ഷനാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് നേരത്തെ കാണിച്ചെന്നാണ്. പിന്നെ കുറച്ച് ഫാമിലി ഗെയിംസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ത്രോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ കാർണിവലിലൊക്കെ ഉള്ള ടൈപ്പില്ലേ, പോയി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ വലിയവർക്ക് കയറാൻ പറ്റുന്ന ഇതാണല്ലേ. ഞാൻ തന്നെ നൈറ്റിൽ ഇരുട്ടാകുമ്പോഴേക്ക് മറ്റേ വാട്ടർഫോൾസിന് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടുത്തെ ആംബിയൻസ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. അതിപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, കാരണം വെളിച്ചമുള്ള കാരണമല്ല. അതിൽ ഇരുട്ടട്ടെ, എന്നിട്ട് ഞങ്ങൾ റിട്ടേൺ കൂടെ പോകാൻ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേയൊക്കെ കാലിയായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിള്ളേരൊന്നും കയറാനില്ല, എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അത് കാരണം കൊണ്ട് പിള്ളേരൊന്നും കയറാനില്ലെന്ന് തോന്നേ. ചുമ്മാ ഇങ്ങനെ ഡെഡായിട്ട് കിടക്കുക. കുറച്ച് ആൾക്കാരെ എണ്ണം കുറവ് വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുക. വളരെ ശോകമാണ് റൈഡുകളെല്ലാം. മൂന്നെണ്ണം കൂടി അവിടെ പോയി ഇരിപ്പുന്നുണ്ട്. ഏറ്റവും അറ്റത്താ പോയിരിക്കണത്. എന്താണാവോ സംഭവിക്കാൻ പോണെന്ന് കണ്ടറിയാം നമുക്ക്. ഇതൊക്കെ 10 റൗണ്ടാണ്, ഇതും 10 റൗണ്ടാണുള്ളത്. ഭയങ്കര കാര്യമായിട്ട് വിക്ടറി ഹായൊക്കെ കാണിക്കുന്നുണ്ട്. ദൈവത്തിന് അറിയാം എന്താ സംഭവിക്കാൻ പോണേന്ന്.
അപ്പോൾ നമ്മള് നയാഗര വാട്ടർഫോൾസിന്റെ അവിടേക്ക് ഈ ടൈപ്പ് എത്തിയിട്ടുണ്ട്. എന്റെ വൈബ് കണ്ടോട്ടെ. നമുക്ക് നമ്മളിതിന്റെ അടുത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങുന്നില്ല, ഷൂസൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ഒരു റെഡ് ലൈൻ ഉണ്ട് കേട്ടോ, അതാണ് അവർ അനൗൺസ് ചെയ്തത്. ആ റെഡ് ലൈനിന്റെ മുകളിലോട്ട് കയറി അഞ്ചിങ്ങട്ടി വീടെന്നാ പറയണത്. കാല് കഴിയാൻ വേണ്ടി മാത്രം പിള്ളേരെ വിട്ടിട്ടുണ്ട്. കാരണം സ്മെല്ലൊക്കെ ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കയറി ഇറങ്ങിയാരുടെ എല്ലാവരുടെയും എന്താ പറയാ, നല്ല വൃത്തിയായിട്ട സ്മെല്ല. എന്തായാലും ചൂടിനൊരു ആശ്വാസം ഉണ്ട് എവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോ. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത റൈഡിലോട്ട് കയറുന്നുണ്ട്. റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ റൈഡ് കൂടി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് സൈൻ ഓഫ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം പറയേണ്ട കേസാണ്, അവസാനം പറഞ്ഞു. ഓക്കെ.